നമസ്കാരം, ഞാൻ ശാക്തേ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ധനക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, ഒന്നാം പാദ നക്ഷത്ര ജാതകരുടെ 2025 ഏപ്രിൽ മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശമുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു ധനക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, ഒന്നാം പാദ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ, ഏതൊരു ധനക്കൂറുകാരൻ്റെയും ജാതകമനുസരിച്ച് 2025 ഏപ്രിൽ മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കാം. ശനി 4-ലും രാഹു 4-ലും കേതു 10-ലും വ്യാഴ 6-ലും അടക്കം സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇതോടൊപ്പം സൂര്യേന്ദ്രാദി ഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള സ്ഥിതിയും നമുക്കിവിടെ പരിഗണിക്കുന്നതാണ്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞാൽ, മൂലനക്ഷത്രജാതകരെ സംബന്ധിച്ച് പറഞ്ഞാൽ, ശനീശ്വരൻ്റെ 2025 മാർച്ച് മാസം 29-ാം തീയതിയുള്ള രാശിമാറ്റം ഇവർക്ക് അർദ്ധാഷ്ടമ ശനിദോഷം ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില നേരിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനിടയുണ്ട്. അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മരുന്നുകളൊക്കെ എടുക്കുന്നവർ കൃത്യമായി മറന്നു പോകാതെ മരുന്നുകൾ എടുക്കാൻ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും കാൽ വഴുതി വീഴുവാനോ അതല്ലെങ്കിൽ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ഷതപതനാദി ദുഃഖങ്ങൾക്കോ സാധ്യതയുള്ളൊരു കാലഘട്ടം കൂടെയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. മാതാവിനെ സംബന്ധിച്ച് ചില ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടും ചില മാറ്റങ്ങൾ ഉണ്ടാവാനിടയുള്ളൊരു കാലഘട്ടമാണ്. സാമ്പത്തിക പ്രതിസന്ധികളുമായിട്ട് മനസ്സിനെ അലോസരപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ പോലും അവയിൽ നിന്നൊക്കെ മോചനം നേടുവാൻ വേണ്ടിയിട്ട് വിശേഷ ബുദ്ധിയുടെ ഉപയോഗം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഫലവത്തായി തീരുവാനുള്ള സാധ്യതയുണ്ട്. ശാരീരികമായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളെ കൂടെ നമ്മൾ ഒഴിവാക്കിയാൽ പൊതുവെ ഈ കാലഘട്ടം ഗുണകരമായിട്ട് തന്നെ പറയാം. തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചാൽ അത് വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക കടബാധ്യതകൾ തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കാനിടയുണ്ട്. ബന്ധികളായിട്ട് നിൽക്കുന്നവർ തന്നെ ശത്രുപക്ഷത്തേക്ക് പോയാൽ പോലും നീതിയുടെ ഭാഗം വിട്ട് സഞ്ചരിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വിഷയത്തിൽ നേട്ടങ്ങൾ കൊയ്തെടുക്കുവാൻ പറ്റിയൊരു കാലഘട്ടമാണ്. പക്ഷേ പരിശ്രമം തീവ്രമായിരിക്കണം. മനസ്സറിയാതെയുള്ള ചില ആരോപണങ്ങളോ അല്ലെങ്കിൽ വളരെയേറെ അടുത്തിരുന്ന ബന്ധുക്കളുടെ പെട്ടെന്നുള്ളൊരു അകൽച്ചയോ ഈ കാലഘട്ടത്തിൽ ദൃശ്യമാണ്. വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം. വാക്കുകളുടെ ഉപയോഗം കടുത്ത ശത്രുക്കളെ വരുത്തി വയ്ക്കുവാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കോണം. പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു മാറാനിടയുണ്ട്. കുടുംബപരമായിട്ടും ചില മംഗളകർമ്മങ്ങൾ നടന്നു മാറുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങൾക്കോ നക്ഷത്രജാതർക്കോ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായിട്ടോ ചെറിയ ബുദ്ധിമുട്ടുകളെയും നേരിടേണ്ടി വന്നേക്കാം. എന്തായാലും പൊതുവെ വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. എന്നാൽ അർദ്ധാഷ്ടമ ശനിദോഷത്തിൻ്റെ ഭാഗമായിട്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ കൊണ്ടുള്ള പ്രതിസന്ധികൾ, ശത്രുശല്യം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. അവയൊക്കെ തന്നെ തന്ത്രപരമായിട്ട് മറികടക്കാൻ വേണ്ടുന്ന വിശേഷ ബുദ്ധി, പ്രത്യേകിച്ച് മുൻകോപരഹിതമായിട്ട് മുൻവിധിയില്ലാതുള്ള സമീപനം കൊണ്ട് കാര്യങ്ങൾ വരുതിയിലാക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ വിജയിച്ചു പോകുവാൻ പറ്റുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും എന്ന് തന്നെ നമുക്കിവിടെ വിലയിരുത്താം. പൂരാട നക്ഷത്രജാതകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ശാരീരികമായിട്ട് പ്രത്യേകിച്ച് കാൽമുട്ടിന് താഴേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ വിഷമതകളോ ഉണ്ടാകാനിടയുണ്ട്. സാമ്പത്തിക വിഷയങ്ങളെ ചൊല്ലി മനസ്സ് ആശങ്കപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടുന്ന മുൻകരുതലും എടുക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. മാതാവിൻ്റെ ആരോഗ്യം സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടാവാനിടയുണ്ട്. അടുത്ത ബന്ധുക്കളിൽ നിന്നും നീരസജനകമായിട്ടുള്ള ഒരു സമീപന ശൈലിയെ നേരിടേണ്ടി വന്നേക്കാം. മനസ്സറിയാതെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ സാഹചര്യത്തിന് ഒട്ടും ചേർച്ചയില്ലാതെയുള്ള ചർച്ചകളിൽ ഭാഗാക്കേണ്ടിയും വന്നേക്കാം. അപ്പോൾ കുടുംബപരമായിട്ടും ആരോഗ്യപരമായിട്ടും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാലഘട്ടമാണ്. സാമ്പത്തിക വിഷയങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കാതെ ഒന്നിലധികം വ്യക്തികളുമായിട്ട് ചേർന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള സാധ്യത.
തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് തൊഴിൽ മേഖല കണ്ടെത്തുവാൻ സാധിക്കും. തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കാനിടയുണ്ട്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചില യാത്രകൾ വേണ്ടി വന്നേക്കാം. ചില മംഗളകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും യാത്രകൾ വേണ്ടി വന്നേക്കാം. വിശേഷാവസരങ്ങളുമായിട്ടുള്ള കുടുംബ സമാഗമം പ്രതീക്ഷിക്കുന്നത് പോലെ അത്ര സന്തോഷകരമായി ഭവിക്കണമെന്നില്ല. അവിടെയും ഏതെങ്കിലും തരത്തിലുള്ള കുത്തും കൊള്ളിയും ആരോപണങ്ങളും കൂട്ടിപ്പിടിപ്പും ഒക്കെ ഉയർന്നു വരാനുള്ള സാധ്യതയും ഉണ്ട്. അതിലൊക്കെ ചെന്ന് ചാടാതിരിക്കുന്നതാണ് ബുദ്ധി. എന്തായാലും അർദ്ധാഷ്ടമ ശനിദോഷത്തിൻ്റെ ഒരു ഭാഗം പ്രബലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഉയരങ്ങൾ കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ കുളിമുറികളിലൊക്കെ വഴുതി വീഴാതിരിക്കാനുള്ള ശ്രദ്ധ. അതുപോലെ തന്നെ അസമയങ്ങളിൽ പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലൊക്കെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ ഒരു ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടായിരിക്കണം. കാരണം ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കാതിരിക്കുവാനും ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം എത്രത്തോളം ബലപ്പെടുന്നുവോ അതിനെ ആശ്രയിച്ച് വിജയവും ഉണ്ടാകും. അടുത്തത് ഉത്രാടം 1-ാം നക്ഷത്രത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് തന്നെയാണ് ഇവിടെയും പ്രാധാന്യം കൊടുക്കേണ്ടത്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വാഹനം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, വീഴ്ചകൾ, ക്ഷതപതനാദി ദുഃഖം എന്നിവ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മാനസികമായിട്ട് ചില അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് മാതാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ ചില മാനസിക ബുദ്ധിമുട്ടുകൾ വരാനിടയുണ്ട്. തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്കകളൊക്കെ കൂടുതലായിട്ട് നമ്മളതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ അവ പരിഹരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ബുദ്ധിപരമായിട്ട് ആലോചിക്കുകയും അവയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഉചിതം. ഇനി ധനുക്കൂറിൻ്റെ പൊതുവായിട്ടുള്ള ഫലം പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ വേണ്ട മുൻകരുതലെടുക്കുക. യാത്രകളിലും നടന്നു പോകുമ്പോഴൊക്കെ പ്രത്യേക ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുക. സാമ്പത്തിക വിഷയങ്ങളിലുള്ള ശത്രുതകൾ, പ്രത്യേകിച്ച് കോടതി വ്യവഹാരങ്ങളിലൊക്കെ ഒരു ജാഗ്രത പുലർത്തുക. ശത്രുക്കളുമായിട്ട് സന്ധി ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷേ അതിലെന്തെങ്കിലും ചതിയുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമായിരിക്കണം ഇടപെടേണ്ടത്. തൊഴിൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിലും മധ്യസ്ഥന്മാരായിട്ട് വരുന്നവരെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിലും നമ്മുടെ സമ്മതം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അത്ര ഗുണപരമായിരിക്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചതി അവിടെ എവിടെയെങ്കിലും പതിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ശാരീരികമായിട്ടുള്ള രോഗദുരിതങ്ങളെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കൃത്യമായിട്ടുള്ള ഔഷധ പ്രയോഗം നടത്തിയാൽ അവ പരിഹരിക്കപ്പെടുന്നതാണ്. മാതാവിനെ സംബന്ധിച്ചും മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് പോയാൽ പോലും അവിടെയും നമ്മൾ പ്രായോഗികമായിട്ടുള്ള പരിഹാരങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മാർഗം. എന്തായാലും പൊതുവെ 2025 ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യത്തിനാണ് കൂടുതൽ സാധ്യത. കഴിവതും നമ്മൾ പ്രയത്നം കൊണ്ട് നേടിയെടുക്കണം. നമ്മളുടെ എടുത്തിയാട്ടം കൊണ്ടും ക്ഷമയില്ലായ്മ കൊണ്ടും ലഭിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്യാതിരിക്കാനുമുള്ളൊരു ജാഗ്രതയും ശ്രദ്ധയും നമ്മൾ പുലർത്തുക എന്നത് ഒഴിച്ചാൽ മറ്റ് പ്രകടമായിട്ടുള്ള ദോഷ തലത്തിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങുന്നതല്ല. ആ ഒരു തിരിച്ചറിവോടുകൂടെ, ആ ഒരു ബുദ്ധി സവിശേഷതയോടുകൂടെ 2025 ഏപ്രിൽ മാസത്തിനെ നേരിട്ടാൽ കാര്യമായിട്ടുള്ള ദോഷങ്ങളൊന്നും തന്നെ വരുന്നതല്ല എന്നാണ് നമുക്കിതിലൂടെ സൂചിപ്പിക്കാനുള്ളത്. ദോഷപരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. അസ്തമയശേഷം ശാസ്താവിന് ക്ഷേത്രത്തിൽ നീരാജനം സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. അതോടൊപ്പം ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക. ഭദ്രകാളി അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കുങ്കുമാർച്ചന, ഗുരുതി പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി പോലെയുള്ള വഴിപാടുകൾ നടത്തുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം. നമ്മുടെ വഴിപാടുകൾ എത്രത്തോളം നടത്തി എന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥന ബലപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് കൂടുതൽ നേട്ടങ്ങളും ഗുണബലങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആ ഒരു തിരിച്ചറിവോടുകൂടെ ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും 2025 ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നതിനേക്കാൾ ഉപരി ഈ കാലഘട്ടത്തിൽ തേടി വരാനിടയുള്ള ചില ദൗർഭാഗ്യങ്ങളെ ഈശ്വര സാന്നിധ്യം കൊണ്ടും അവനവൻ്റെ പ്രയത്നം കൊണ്ടും അതിജീവിക്കുവാനും കാര്യങ്ങൾക്കൊക്കെ ഏകദേശം ഒരു മംഗളകരമായിട്ടുള്ള പര്യവസാനം ലഭ്യമാക്കിയെടുക്കുവാനും
കഴിയും എന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.